ശ്രീമദ് ഭാഗവതം സ്കന്ധം 6 അധ്യായം 7 അത സപ്തമോധ്യായഃ രാജോവാച ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ കസ്യ കേതോഃ പരിത്യക്ത ആചാര്യാണാത്മനഃ സുരാഃ ഏതദാ ചക്ഷ ഭഗവൻ ശിഷ്യാണാമക്രമം ഗുരോ ശ്രീശുഗോവാച ഇന്ദ്രശ്രീ ഭുവനൈശ്വര്യ മദോ ലംഘിത സത്പദഃ മരുദ്ഭിർവസുഭിരുദ്രൈരാദിത്യൈർരിപുഭിർനൃപ വിശ്വേ ദേവൈശ്ച സാധിച്ച നാസത്യാഭ്യാം പരിശ്രുതഃ സിദ്ധചാരണഗന്ധർവൈർ മുനിഭിർബ്രഹ്മവാദിഭിഃ വിദ്യാധരസോത്സരോഭിശ്ച കിന്നരൈഃ പദഘോരകൈഃ നിഷേപ്യമാണോ മഘവാൻ സ്തൂയമാനശ്ച ഭാരത ഉപഗീയമാനോ ലളിത മാകാന്യദാസനാശ്രിതഃ പാണ്ഡുരേണാദപത്രേണ ചന്ദ്രമണ്ഡലചാരുണ യുക്തശാനൈഃ പരമേഷ്ഠൈശ്ചാമര വ്യജനാദിഭിഃ വിരാജമാനഃ പൗലോമ്യ സഹാർദാസനയാ വൃഷം സ യഥാ പരമാചാര്യം ദേവാനാമാത്മനഃ നാഭ്യനന്തത സംപ്രാപ്തം പ്രത്യുത്ഥാനാസനാദിഭിഃ വാചസ്പതിം മുനിവരം സുരാസുര നമസ്കൃതം നോചാലാസനാദിദ്രഹ പശ്യന്നഭി സവാഗതം തതോ നിർഗത്യ സഹസാ കവിരാം ഗിരസഖ പ്രഭുഃ ആയയൗ സ്വഗൃഹം തൂഷ്ണീം വിദ്വാൻ ശ്രീമദവിക്രിയാം തർഹേവ പ്രതിബുദ്ധേന്ദ്രോ ഗുരുകേഷളനമാൽപനഃ ഗർഹയാമാസ സദസി സ്വയമാത്മാനമാത്മന അഗോപദ മമ സാധു ഹൃദം വൈദഭ്ര ബുദ്ധിന യന്മയൈശ്വര്യമത്തേന ഗുരുവോ സദസി കാകൃതഃ കോ ഗൃധ്യേത് പണ്ഡിതോ ലക്ഷ്മീം ത്രിവിഷ്ടവ പദേരവേ യയാഹമാസുരം ഭാവം നിധോവാദ്യ വിബുധേശ്വരഃ യേ പാരമേട്യം ദിഷണമധിതിഷ്ടന്ന കാഞ്ചന പ്രത്യുത്തിഷ്ഠേദിതി ഭൂയുർധർമ്മം തേന പരം വിദുഃ തേഷാം കുബുധദ്രേഷ്ടॄണാം പതതാം തമസേഹ്യതഃ യേ ശ്രദ്ധദുർഭജസ്തേ വൈ മഞ്ജന്ത്യസ്മ പ്ലവാജിവ അദാഹ മമരാചാര്യ മഹാദധിഷണം ദ്വിജം പ്രസാദയിഷ്യേ നിഷടഃ ശേഷ്ണ തച്ചരണം സ്പൃശൻ ഏവം ചിന്തയത തസ്യ മപോനോ ഭഗവാൻ ഗൃഹാത് ബൃഹസ്പതിർഗതോ വദഷ്ടാം ഗതിമധ്യാത്മ മായയാ ഗുരുർനാദിഗതഃ സംജ്ഞാം പരീഷൻ ഭഗവാൻ സ്വരാട് ധ്യായന്തിയാ സുരൈരുക്തഃ ശർമ്മനാല ബദാത്മനഃ തച്ചുത്രൈവാസുരഃ സർവ ആശ്രിതോ ശനസന്മദം ദേവാ പ്രത്യുദ്യമം ചകോർ ദുർമദ ആദദായിനഃ തൈർവേ ശ്രേഷ്ഠേഷു വിസ്തീക്ഷണേ നിർഭിന്നാം ഗോരുഭാഗവഃ ബ്രഹ്മാണം ശരണം ജഗ്മുഗോ സഹേന്ദ്രാനദകന്ധരാഃ താം തഥാഭ്യതാൻ വീക്ഷ്യ ഭഗവാൻ ആത്മപുരജഃ കൃപയാ പരയാ ദേവ ഉവാച പരിസ്വാന്ത്വയൻ ബ്രഹ്മോവാച അഗോപദ സുരശ്രേഷ്ഠ സുഭദ്രം ഭാഗ കൃതം മഹദേ ബ്രഹ്മിഷ്ടം ബ്രാഹ്മണം ദാന്തമൈശ്വര്യാനാഭ്യനന്ദത തസ്യായമനയസ്യാസീർപരേഭ്യോ ബഹസ്പരാഭവഃ പ്രക്ഷീണേഭ്യഃ സ്വൈവൈര്യഭ്യഃ സമൃദ്ധാനാം ച യത്സുരാഃ ഭഗവൻ ദിഷതഃ പശ്യ പ്രക്ഷീണാൻ കുർവതി ക്രമാത് സംപ്രത്യുപചിതാൻ ഭൂയഃ കാവ്യമാരാധ്യ ഭക്തിതഃ ആദധീരൻ നിലയന മമാമി ഭൃഗുദേവതാഃ
त्रिविष्टवं किं गणयन्त्य मन्त्र भूगुणा मनुशिष्टिदार्थः न विप्रगोविन्द गवीश्वराणां भवन्त्य भद्राणि नरेश्वराणां तद्विश्वरूपं भजदाशु विप्रं तपस्विनं स्वाश्रमदात्मबन्धं सभाजिदोरर्थान् स विधास्य देवो यदि क्षम्यष्यद्मुदा सुकर्मा श्रीशोभोवाच एवमुदिता राजन् ब्रह्मणा विगतज्वराः ऋषिं साश्रमोपव्रज्य परिषेज्येदमब्रुवन् देवावोजुः वयं ते अतिदयः प्राप्त आश्रमं भद्रमस्तु ते कामः सम्पाद्यतां तात पितॄणां समयोजितः पुत्राणां हि परो धर्मः पितृशुश्रूषणं सदाम् अभिपुत्रवतां ब्रह्मन् किमुदा ब्रह्मचारिणाम् आचार्यो ब्रह्मणो मूर्तिः पिता मूर्तिः प्रजापतेः भ्राता मरुत्पतेर्मूर्तिर्मदा साक्षाक्षिते सदनुः दयाय भगिनी मूर्तिर्धर्मस्यात्मादितिः स्वयम् अग्नेरव्याकतो मूर्तिः सर्वभूतानि चात्मनः तस्मात् पितॄणामार्तानामार्तिं परपराभवं तपसा पनयं सादा सन्देशं कर्तुमर्हसि वृणीमहेतोपाध्यायं ब्रह्मिष्टं ब्राह्मणं गुरुं यदाञ्जसा विजेष्यामः सपत्नां स्तव तेजसा न गर्हयन्ति ह्यर्थेषु यविष्टां गृहविवादन छन्दो अभ्योऽन्यत्र न ब्रह्मन् वयो ज्येष्ठस्य कारणं ऋषिरोवाच अभ्यर्थितः सुरगणैः पौरोहित्ये महादभाः स विश्वरूपस्थानः प्रसन्नः सृष्टनया गिरा विश्वरूप उवाच विगर्हितं धर्मशीलैर्ब्रह्मवर्चौ भव्ययं कथन्नुमद्दितो नादा लोकैश्वैरभियाजितं प्रत्याख्यास्यति त्वच्चिष्यः स एव स्वार्थवोच्यते अकिञ्चनानां हिदनं शिलोञ्जनं तेनेक निर्वृत्तित साधु सत्क्रियः कथं विगर्ह्यं नु करोम्यधीश्वराः पौरोदसं शक्ष्यति येन दुर्मतिः तदापि न प्रतिब्रूयां गुरुभिः प्रार्थितं कियद् भवतां प्रार्थितं सर्वं प्राणैरैर्तैश्च साधये श्रीशुभोवाच तेभ्य एवं प्रतिश्रुत्य विश्वरूपो महादभाः पौरोहित्यं व्रतचक्रे परमेण समाधिना सुरदृशां श्रियं गुप्ता मौशनस्याभिविद्यया अच्छिन्त्यादान्महेन्द्राय वैष्णव्य विद्यया विभुः यया गुप्तः सहस्राक्षो जिज्ञे असुरजमुर्विभुः तां प्राकस महेन्द्राय विश्वरूप उदारधिः श्रीहरे नमः श्रीहरे नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां षष्ठस्कन्धे सप्तमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द।